യു.പി. സ്കൂൾ അയിലൂരിന്റെ തനത് വാർത്താ ചാനലായ ഡിറ്റി റിപ്പോർട്ടേഴ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 134 വർഷത്തെ പാരമ്പര്യത്തിന്റെ തലയെടുപ്പും ഗ്രാമീണ പശ്ചാത്തലത്തിന്റെ സുഭഗതയുമായി അയിലൂരിന്റെ വിദ്യാസ്ഥാനമായി നിലകൊള്ളുന്ന ഗവൺമെന്റ് യു.പി.എസ് 2024-25 അധ്യയന വർഷത്തിന്റെ ആദ്യ പാദം പൂർത്തീകരിക്കുകയാണ്. അതിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം 2024 ജൂൺ 3 വളരെ വിപുലമായി ആഘോഷിച്ചു. സ്കൂളും പരിസരവും വർണ്ണാഭമായി അലങ്കരിക്കുകയും കുട്ടികളുടെ പേരും ക്ലാസും എഴുതിയ പൂക്കളും ചിത്രശലഭങ്ങളും നൽകി നവാഗതരെ സ്വീകരിക്കുകയും ചെയ്തു. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് വാർഡ് മെമ്പർ ശ്രീമതി വത്സലയാണ്. PTA പ്രസിഡന്റ് ശ്രീ വിനോദ്, MPTA പ്രസിഡന്റ് ശ്രീമതി വിൻസിയ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ കലാധരൻ, PTA എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ഇല്യാസ് എന്നിവർ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചു. തുടർന്ന് 2023-24 അധ്യയന വർഷത്തിൽ LSS വിജയം നേടിയ നിജൽ ഡി, ആയുഷ് ഡി, മുഹമ്മദ് റാഫി, ഹൃദ്യ ആർ, അംജദ്, സിദ്ധാർത്ഥ് എന്നീ വിദ്യാർത്ഥികളെ ആദരിച്ചു. രക്ഷിതാക്കളുടെ മികച്ച പങ്കാളിത്തം പരിപാടിക്ക് മാറ്റിക്കൂട്ടി. അക്ഷരമാലയും സംഖ്യകളും കൊണ്ട് മനോഹരമാക്കിയ സെൽഫി പോയിന്റ് കുട്ടികളിലും രക്ഷിതാക്കളിലും ഏറെ കൗതുകമുണർത്തി. സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ഉദയൻ നന്ദി പറഞ്ഞ ചടങ്ങ് കുട്ടികൾക്കുള്ള മധുര പലഹാര വിതരണത്തോടെ സമാപിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 മുതൽ ഒരാഴ്ച വിദ്യാലയത്തിൽ പരിസ്ഥിതി വാരമായി ആചരിച്ചു. പരിസ്ഥിതി ദിനത്തിൽ പോസ്റ്റർ നിർമ്മാണം, ഔഷധ സസ്യ ആൽബം നിർമ്മാണം, അധ്യാപിക ശ്രീമതി നിർമ്മല ടീച്ചർ നയിച്ച അല്പ പൂമ്പാറ്റക്കാര്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ് എന്നിവ വാരാചരണം മികവുറ്റതാക്കി. കൂടാതെ വിദ്യാലയത്തിലെ പച്ചക്കറിത്തോട്ട നിർമ്മാണം ഉദ്ഘാടനവും വേറിട്ട പ്രവർത്തനമായി അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA പ്രതിനിധികൾ എന്നിവരുടെ മികച്ച പങ്കാളിത്തത്തിൽ അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിഘ്നേഷ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങ് ഏറെ മികവുറ്റതായി. മെഹന്തി ഫെസ്റ്റ് മുഹറത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആൺ പെൺ ഭേദമില്ലാതെ വിദ്യാർത്ഥികൾ വളരെ ആവേശപൂർവ്വം പങ്കെടുത്ത പരിപാടി ഏറെ മികച്ചതായി. LP, UP എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി സംഘടിപ്പിച്ച മത്സരത്തിൽ LP വിഭാഗത്തിൽ അവനിക, അശ്വതി, അക്ഷര, അവന്തിക, പ്രിയ, സനിക എന്നിവരും, UP വിഭാഗത്തിൽ നക്ഷത്ര, ഹനാനസ്രിൻ, ശിവാനി, മാനസ, ദിയാസുനി, ശ്രേയ എന്നിവരും വിജയികളായി. വായനാ ദിനം ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. വായനാ ദിനമായ ജൂൺ 19 വായനാ വാരാഘോഷത്തിന്റെയും വിവിധ ഭാഷാ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറിയും ചിത്രകലാ അധ്യാപകനുമായ ശ്രീ ആർ ശാന്തകുമാരൻ മാസ്റ്റർ നിർവഹിച്ചു. വിദ്യാലയത്തിലെ കുട്ടികളുടെ രചനാ സമാഹാരമായ മാംഗലികൾ എന്ന പുസ്തക പ്രകാശനവും തുടർന്ന് അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ കവിതാ ആലാപനം ഉണ്ടായിരുന്നു. ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരമായി ആചരിച്ചു. സമകാലീന പ്രസക്തമായ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, പ്രശ്നോത്തരി, അമ്മ വായന, ഇഷ്ട പുസ്തക വായന എന്നിവ വായനാ വാരജാലത്തിന് മാറ്റിക്കൂട്ടി. യോഗാ ദിനം അന്തർദേശീയ യോഗാ ദിനമായ ജൂൺ 21 വിദ്യാലയത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കാണിക്കുന്ന ലളിതമായ ചടങ്ങ് സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ശ്രീമതി സുനിത ടീച്ചർ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകി. തുടർന്ന് ശ്രീമതി ജെൻസിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ ലളിതമായ യോഗാസനങ്ങളും യോഗ ഡാൻസും അവതരിപ്പിച്ചു. ക്ലാസ് PTA യോഗം വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ചർച്ച ചെയ്യുന്നതിനും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും 2024-25 അധ്യയന വർഷത്തെ ആദ്യ ക്ലാസ് PTA യോഗം ജൂൺ 26-27 തീയതികളിൽ നടന്നു. 26 പ്രീ പ്രൈമറി വിഭാഗത്തിലും 27 LP, UP വിഭാഗത്തിനുമായാണ് യോഗം ചേർന്നത്. രക്ഷിതാക്കളുടെ മികച്ച പങ്കാളിത്തം പരിപാടിയിൽ ശ്രദ്ധേയമാക്കി. ശ്രീമതി നിർമ്മല ടീച്ചർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് വിദ്യാലയത്തിന്റെ പ്രധാന തനത് പ്രവർത്തനമായ ഡെവലപ്പിംഗ് കമ്മ്യൂണിറ്റി സ്കിൽസ് എന്ന പദ്ധതി ഉദ്ഘാടനം
പ്രധാന അധ്യാപിക ശ്രീമതി സുനിത ടീച്ചർ നിർവഹിച്ചു. ശ്രീമതി ജസീന ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. ജൂലൈ മാസത്തിലെ പ്രധാന പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ ജൂലൈ 5-ന് അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ഈ ദിനത്തെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് സ്കൂൾ അസംബ്ലിയിൽ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ ബഷീർ കഥാപാത്രങ്ങളായി അഭിനയിച്ചു. അധ്യാപക വിദ്യാർത്ഥികൾ സ്കൂൾ അസംബ്ലിയിൽ ദിനത്തെക്കുറിച്ച് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് സ്കൂളിലെ ഡിജിറ്റൽ തിയേറ്ററിൽ ബഷീറിന്റെ മതിലുകൾ എന്ന സിനിമ പ്രദർശിപ്പിച്ചു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. ജനാധിപത്യത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്നതിനായ ഒരു പൊതു തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളായ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, പത്രിക പിൻവലിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം എന്നീ പ്രക്രിയകളിലൂടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാതൃകയിൽ ജൂൺ 12-ന് തിരഞ്ഞെടുപ്പ് നടന്നു. വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ ഏഴാം തരം വിദ്യാർത്ഥികളായ പ്രജിൽ എസ് കുട ചിഹ്നത്തിലും, പ്രാർത്ഥന ആർ ബാഗ് ചിഹ്നത്തിലും, മാനസ പേന എന്ന ചിഹ്നത്തിലും, ഹന നസ്രിൻ പുസ്തകം എന്ന ചിഹ്നത്തിലും മത്സരിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥരായി വിദ്യാർത്ഥികൾ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വോട്ടെണ്ണലിന് ശേഷം പ്രധാന അധ്യാപിക ഫലപ്രഖ്യാപനം നടത്തി. മികച്ച ഭൂരിപക്ഷത്തിൽ 7B-യിലെ പ്രാർത്ഥനയെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു. ചാന്ദ്രദിനം. ജൂലൈ 21-ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പാകുന്ന രീതിയിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടികൾ നിർമ്മിച്ച ചാന്ദ്രയാൻ മോഡലുകളും വർക്കിംഗ് ഉംസ്റ്റിൽ മോഡലും ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി പ്രദർശനവും വിവിധ ചാന്ദ്ര ദൗത്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ പ്രദർശനവും ദിനാചരണ ഭാഗമായി സംഘടിപ്പിച്ചു. ഓഗസ്റ്റിലെ പ്രവർത്തനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഹിരോഷിമ നാഗസാക്കി ദിനം. ഹിരോഷിമ നാഗസാക്കി ദിനാചരണ പ്രവർത്തനങ്ങൾ ആഗസ്റ്റ് 6-9 തീയതികളിൽ സംഘടിപ്പിച്ചു. ദിനാചരണ ഉദ്ഘാടനം അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിഘ്നേഷ് ശാന്തി വിക്ഷ സമീപത്ത് ദീപം തെളിയിച്ച് നിർവഹിച്ചു. കുട്ടികൾ നിർമ്മിച്ച സഡാക്കോ ഗോഗുകൾ പോസ്റ്ററുകളും കൊണ്ട് വിദ്യാലയ അങ്കണം അലങ്കരിക്കുകയും കുട്ടികൾ വെളുത്ത വസ്ത്രം അണിഞ്ഞ് പ്രത്യേക അസംബ്ലിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അധ്യാപകരായ ശ്രീ രാമദാസ്, ശ്രീ ഉദയൻ എന്നിവർ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് അസംബ്ലിയിൽ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ശാന്തി വൃക്ഷത്തിന് സമീപം ദീപം തെളിയിച്ചു. മികച്ച പ്രവർത്തനങ്ങളാണ് നാളിതുവരെ വിദ്യാലയത്തിൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. ഏറെ അഭിമാനത്തോടെ ഇനിയും നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന് പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി.